ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ മുഖത്തും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താണ് ഈ ഫ്ലാക്സീഡ് ജെല്ല്, ഇത് എങ്ങനെയാണ് വാങ്ങിക്കാൻ കിട്ടുക, എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്തായാലും ഇത് ഉണ്ടാക്കുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നതും അത് തന്നെയാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആക്കിയിട്ട് വയ്ക്കാനും നിറം വയ്ക്കാനും ചുളിവുകളും പാടുകളും ഒക്കെ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല്. ഒരൊറ്റ വിത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇതൊരിക്കലും ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്കൊരു 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടുകൂടാതെ യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, സൺ ടാന്, സൺബേണ്, പിന്നെ നമ്മുടെ സ്കിന്ന് ചിലവർക്ക് മുഖം തന്നെ പല ഭാഗത്തും പല കളറായിരിക്കും, ഒരു ഈവൺ സ്കിൻ ടോൺ ആയിരിക്കില്ല. അപ്പോൾ അത് മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകളും വരകളും പാടുകളും ഒക്കെ മാറിയിട്ട് എപ്പോഴും നല്ല ചെറുപ്പമാക്കി വയ്ക്കാൻ സഹായിക്കുന്നതാണ്. മുടിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് തിക്ക് വയ്ക്കും. ചിലവർക്ക് നല്ല ഫ്രിസി ആയിട്ടുള്ള ചകിരി പോലെയുള്ള റഫായിട്ടുള്ള മുടിയായിരിക്കും, അതൊക്കെ മാറിയിട്ട് മുടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. മുടിക്ക് ഉള്ളു കുറവുള്ളവർ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മുടി ഒന്നും കൂടെ ഡബിൾ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പുതിയ മുടി വളരാനും മുടിക്ക് നല്ല നീളം വയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും മിനറൽസും വൈറ്റമിൻ ഇ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അത് കൂടാതെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഓയിൽ കണ്ടൻറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് സ്കിന്നിനാണെങ്കിലും ഹെയറിലാണെങ്കിലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ പുറമേ മാത്രമല്ല ഉള്ളിലേക്ക് കഴിക്കാനും യൂസ് ചെയ്യാറുണ്ട്. വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ലേറ്റ് ആക്കാതെ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്, എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളതൊക്കെ നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഫ്ലാക്സീഡ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുകൂടാതെ ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇതൊരു സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് മലയാളത്തിൽ ചണവിത്ത് എന്നാണ് പറയുന്നത്. ചിലർ ഇതിൻ്റെ മലയാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചണവിത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആയുർവേദ കടയിലൊക്കെ ഒന്ന് പോയിട്ട് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഫ്ലാക്സീഡ് കാണാൻ ഏകദേശം മുതിര പോലെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ മുതിരയുടെ അത്ര തന്നെ കനം ഉണ്ടാവില്ല, മുതിരയേക്കാളും കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. ഞാനൊരു 2 ആഴ്ച യൂസ് ചെയ്യാനുള്ള അത്രയും ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനും കുറച്ച് എടുത്താൽ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഇത് നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ജെല്ലാക്കിയിട്ടും കുറച്ചും കൂടെ ലൂസായിട്ടുള്ളതാക്കിയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ തന്നെ പറയാം. ഇനി നമുക്ക് ഈ ഫ്ലാക്സീഡ് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ള 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഫ്ലാക്സീഡ് ജെല്ല് ഉണ്ടാക്കുമ്പോഴൊക്കെ എടുക്കുന്നത് അടി കട്ടിയുള്ള പാത്രമാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കനം കുറഞ്ഞിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നിങ്ങൾ 3 സ്പൂൺ ഫ്ലാക്സീഡാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 കപ്പ് വെള്ളം എങ്കിലും എടുക്കണം. ഇനിയിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഫ്ലാക്സീഡ് ജെൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. പിന്നെ നമുക്ക് വേണ്ടത്ര
ഈ ഒരു ജെല്ല് കിട്ടുകയില്ല. ഇത് സാവധാനം ഇങ്ങനെ കുറുകി വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ജെല്ല് കിട്ടുക. ആദ്യത്തെ പ്രാവശ്യം തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാറ്റം ഉണ്ടാവും. വെള്ളമൊക്കെ മാറി ചെറുതായിട്ടൊരു കൊഴുപ്പ് പോലെ ആയിട്ടുണ്ടാവും. പിന്നെയും തിളയ്ക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ കട്ടിയിലായി വരും. പിന്നെ ഒരു നൂൽ പരുവത്തിലായി വരും. പിന്നെ അതിനേക്കാളും കട്ടിയിലായിട്ട് വരും. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ജെല്ല് നല്ല കട്ടിയായിപ്പോവും. കുറച്ചുകൂടി സമയം ഇത് തിളപ്പിച്ചപ്പോൾ ഒരു നൂൽ പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയും നമ്മളിത് തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിതിന് ജെല്ല് വേർതിരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് വയ്ക്കാം. തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിതൊരു അരിപ്പ ഉപയോഗിച്ചിട്ടൊന്നും അരിച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത്ര തിക്കാവേണ്ട, കുറച്ചും കൂടെ ലൂസായിട്ട് മതിയെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ മുന്നേ ആയിട്ട് ഒരു നൂൽപ്പരുവ് ആവുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു തുണി ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു മസ്ലിൻ ക്ലോത്ത് എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അരിച്ചെടുക്കാം. ഇത്ര തിക്കില്ല എങ്കിൽ നിങ്ങൾക്ക് അരിപ്പയിൽ വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കാം. ഇങ്ങനെ കിഴി പോലെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ജെല്ല് മാത്രമായിട്ട് കിട്ടും. ഇപ്പോൾ ഇത്രയും ഫ്ലാക്സീഡ് ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാക്സീഡ് ജെല്ല് ഉണ്ടാക്കുന്നത്. നമ്മളിത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ അലോവേറ ജെല്ലിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മുടിയിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് വയ്ക്കാൻ പറ്റില്ല. നല്ലൊരു അടപ്പുള്ള പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് കേടുകൂടാതെ യൂസ് ചെയ്യാം.
അപ്പോൾ ഈ രീതിയിൽ ഫ്ലാക്സീഡ് ജെല്ല് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നല്ലപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ ഫ്ലാക്സീഡ് വാങ്ങുന്ന സമയത്ത് റോസ്റ്റഡ് ആയിട്ടുള്ള ഫ്ലാക്സീഡ് വാങ്ങരുത്. റോസ്റ്റഡ് ആയിട്ടുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ജെല്ല് അധികം കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്